എല്ലാവരും എല്ലാ സ്പീച്ചിലും പറയുന്ന പോലെ സന്തോഷമായിരിക്കുക. അതാ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണെന്നുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ദൈവ സാന്നിധ്യം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം. അത് ഒരു അവബോധം വേണം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിത പ്രശ്നമില്ല, എൻ്റെ വിഷമവുമില്ല, എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ മുമ്പിലില്ല. ഞാനും എൻ്റെ ദൈവവും മാത്രം. ആ ഒരു ഉണ്ടാകണം. എന്നാൽ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. അതേപോലെ ഉത്കണ്ഠയും വേണ്ട. ഞാൻ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് ദൈവത്തിന്? പലവരും ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറേ ലിസ്റ്റായിട്ടാണ് വരുന്നത്. അത് ആദ്യത്തെ ദിവസം ആ ലിസ്റ്റ് ഓർമ്മയുണ്ടാവും. പിന്നെ അടുത്ത ദിവസം തൊട്ട് നമ്മളറിയാതെ തന്നെ ആ ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 1, 2, 3 എന്ന് പോലും അറിയില്ല. അത് നമ്മൾ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയില്ല. അതൊരു പാട്ട് പോലെ അങ്ങോട്ട് പറയുക. യഥാർത്ഥ പ്രാർത്ഥന ചോദിക്കേണ്ട കാര്യമില്ല. നിൻ്റെ ദൈവത്തിനറിയാം. മത്തായി 6:8 നിനക്ക് ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന്. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നീ ലഭിച്ചെന്ന് വിശ്വസിക്കുക. എന്നുവെച്ചാൽ നിനക്ക് ആവശ്യം എന്തൊക്കെയുണ്ടെന്ന് നിൻ്റെ ദൈവത്തിനറിയാം. അത് നിനക്ക് തരാൻ ദൈവം ഓൾറെഡി തയ്യാറായിരിക്കുക. അതിൻ്റെ നടപടി എടുത്തിരിക്കുക. നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെയാണ്. അത് ഇപ്പോൾ അറിയില്ല, കുറേ കഴിഞ്ഞാലേ അറിയും. ഇതുകൊണ്ട് എന്ത് പ്രയോജനമായിരുന്നു? ആവശ്യമില്ലാത്ത ചപ്പും ചവരൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഈശോ കാൽവരിയിൽ പ്രാർത്ഥിച്ച പോലെയാണ്. ലൂക്ക 22, 42, 43 എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളെ പഠിപ്പിച്ചത്, പ്രാർത്ഥിച്ച് പഠിപ്പിച്ചതാണ്. എപ്പോഴും ചോദിക്കേണ്ടത് ദൈവത്തോട്. നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ആഗ്രഹമാണ് നമ്മൾ പറയുന്നത്, അത് പ്രാർത്ഥനയായിട്ട് മാറ്റുന്നത്. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ആകെ ഇത്രയും മാത്രം: എൻ്റെ ആഗ്രഹമില്ല നടക്കേണ്ടത്, നിൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുന്നത്, നീ ചോദിക്കുന്നതെല്ലാം നിൻ്റെ ആഗ്രഹമാണ്. അതൊന്നും നടക്കണ്ട. അതിൽ നിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടന്നാൽ മതി. അപ്പോൾ ദൈവാനുഭവം ഉണ്ടാവും. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. കുറേ ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെയില്ല. അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ ഇത് എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തരണ്ട ദൈവമേ. ഇതിലേതെങ്കിലും നിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹം എന്തൊക്കെയാണോ അത് നടത്തിയാൽ മതി. അപ്പോൾ പിന്നെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നന്ദി പറയുക. നന്ദി പറച്ചില. ദൈവമായിട്ട് സംസാരിക്കുന്ന. എന്തിനാ നന്ദി പറയണത്? ഒരു 4-5 കാര്യം ഓർത്തെടുക്കുക. ഇതിനു മുമ്പ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നമ്മളതെല്ലാം മറന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ അതെല്ലാം മറക്കും. പിന്നെ അതായിരിക്കും നിങ്ങളെ ലിസ്റ്റിൽ. ആ ലിസ്റ്റും കുറേ കഴിഞ്ഞാൽ മാഞ്ഞു പോവും. അതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അത് വായിച്ചിട്ട് ദൈവത്തിന് തന്നെ
ഐഡിയാസ് പറഞ്ഞു കൊടുക്കും പലവരും. എൻ്റെ കൂടെ കൗൺസിലിംഗിൽ നിന്ന് വന്നിട്ട് പലവരും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിക്കവാറും വന്ന് ചോദിക്കുന്ന സ്ഥലം വിൽക്കണം, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ അത്യാവശ്യം സ്ഥലം വിൽക്കേണ്ടത്? മകളുടെ കല്യാണം. അപ്പോൾ മകളുടെ കല്യാണം നടക്കേണ്ടത്, പക്ഷേ അവർ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുക സ്ഥലം വിറ്റാൽ മാത്രമേ ദൈവത്തെ കൊണ്ട് പോലും കല്യാണം നടത്തി തരാൻ പറ്റൂ. ഐഡിയാസാണ്. എനിക്ക് ലോൺ പാസ്സാകണം, എന്നാലേ വീട് കെട്ടാൻ പറ്റൂ, കടം തീരണം. നമ്മൾ തന്നെ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ഇല്ല. നമുക്കെന്താണ് ആവശ്യം അത് ദൈവം പഠിപ്പിച്ച പോലെ നമുക്കെന്ത് ആവശ്യമുണ്ടോ അത് മാത്രം പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയണം, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക ഒരു മാസത്തേക്ക്. എപ്പോഴും പറയാറുണ്ട്, അടുത്ത മാസം വരെ ഞാൻ പറയുന്ന ക്ലാസ് ഒന്ന് പ്രാക്ടീസ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അനുഭവം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ കൂടെ ഉള്ളൊരു അനുഭവം ഉണ്ടാകും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ആ നിയമങ്ങളെല്ലാം നടന്നു കിട്ടുന്നതല്ല ലക്ഷ്യം. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുക, സ്വന്തമായി തീരുക. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അനുഗ്രഹമൊക്കെ നഷ്ടപ്പെടും. അത് തന്നെ നിങ്ങൾക്ക് വേണ്ടാതാവും കുറേ കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അരമണിക്കൂറേ എടുക്കുകയുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉറക്കം എന്നാണെങ്കിൽ ഒന്ന് സ്തുതിച്ചാൽ മതി. പിശാസ് ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നിങ്ങൾ കേൾക്കണമെന്ന്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാകും. എല്ലാ കാര്യവും വിട്ടുകളാം, എല്ലാ ഉത്കണ്ഠയും വിട്ടുകളാം. എങ്ങനെ സംഭവിക്കും, എന്താണ് ഇതേതാണ്, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അത് തന്നെ ഞാൻ അതിലേക്ക് തന്നെ പോകണ്ടേ, ആ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടേ. ഇപ്പം കിട്ടുമോ ഉത്തരം? നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം ആ ഫയൽ ഏറ്റെടുത്തിരിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ ആ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമില്ല, ദൈവത്തിൻ്റെ പ്രശ്നമാണ്. പുറത്തേക്ക് പോകുമ്പോഴും ആ പ്രശ്നം കണ്ണിൽ കാണണമെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല, അത് ദൈവം കൈകാര്യം ചെയ്തോളും, അമ്മ മാതാവ് ചെയ്തോളും, ഭംഗിയായിട്ട് ചെയ്യും, വളരെ ഭംഗിയായിട്ട്. ഈ ലോകത്ത് ഇതിന് ഉത്തരവേ ഇല്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന കാര്യത്തിനൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയുക, പല അനുഭവമുണ്ട് ഇവിടെ. ഈ ലോകത്ത് ഇതിന് ഉത്തരവേ ഇല്ല. പലവരും തീരുമാനിക്കും, ഇതിന് നമ്മൾ തന്നെ ആലോചിക്കും, ഇതിന് എങ്ങനെ, അഥവാ ദൈവം കൈകാര്യം ചെയ്താൽ തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ദൈവം ചെയ്യുന്നത്, നമുക്ക് ആലോചിച്ചു പോലും നോക്കാൻ പറ്റില്ല. ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ പോയിട്ടപ്പോൾ, കടലിൽ പെട്ടുപോയപ്പോൾ അവർ പേടിച്ചപ്പോൾ, അവർ പ്രതീക്ഷിക്കാത്ത വഴി കൂടി ആ ദൈവം വെള്ളത്തിൽ കൂടി നടന്നു വന്നു. അതൊന്നും ഓർത്തു നോക്കാൻ പറ്റില്ല, സ്വപ്നത്തിൽ പോലും ഓർക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ആ പ്രശ്നമൊക്കെ വിട്ടുകളാ. എനിക്ക് 1 കോടി രൂപ കടമുണ്ട്, വരുമാനമാകെ പലവരും ഉണ്ട്, 40 ലക്ഷം കടം, 50 ലക്ഷം കടം. എന്താ ശമ്പളം എന്ന് ചോദിച്ചാൽ 10,000 രൂപ. അവർ കൗൺസിലിങ്ങിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, 10,000 രൂപ എൻ്റെ ശമ്പളം വെച്ച് എങ്ങനെ കടം തീർക്കാനാണ്? വീട് സ്വന്തമില്ല, എങ്ങനെ കടം തീർക്കാനാ? അത് ദൈവത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അത് നിങ്ങളോ ഞാനോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, തല പുണ്ണാക്കിയിട്ട് കാര്യമില്ല. ദൈവത്തിന് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇത്രേ മാത്രമേ ഉള്ളൂ, ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം, നിനക്കിപ്പോൾ 50 ലക്ഷമാണ്
നിൻ്റെ കടം 10 ലക്ഷമാണ് കടം, നിനക്കാകെ 10,000 രൂപയ്ക്ക് താഴെ ശമ്പളമുള്ളൂ, ജോലിയുമില്ല, എന്നാലും എപ്പോഴെങ്കിലും ദൈവം നിനക്കൊരു 50 പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് എപ്പോഴും നന്ദി പറയുക. ദൈവം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ എപ്പോഴും ദൈവത്തിലിരുന്ന് അകന്നു പോകാതെ നോക്കണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. ദൈവത്തിലിരുന്ന് അകന്ന് പോകരുത്. ദൈവം നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കിൽ നമ്മൾ പെടുമ്പോഴും നമ്മൾ തനിച്ച് കാണണം ദൈവത്തിനെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ എല്ലാം കാണാൻ പറ്റും, എന്നാലും നമ്മൾ എത്ര വലിയ തിരക്കാണെങ്കിലും നമ്മളെ മക്കളെയോ നമ്മളെ പ്രിയപ്പെട്ടവരെയോ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാ? ഒരു തിരക്കിൽ പെടുമ്പോൾ പെട്ടെന്ന് കണ്ണി കാണുന്ന എന്തിനാ? ഏത് വലുതാണോ അത് കാണപ്പെടും. ആ തിരക്കിലുള്ളതിൽ വലുത് അത് കാണപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലുതാകുക. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം പറഞ്ഞിരിക്കുന്നത് ലൂക്കാവ് 14:11 യവൻ എളിമപ്പെടുന്നു അവൻ വലുതാണ്, വലിയവനായവനെല്ലാം ചെറുതാണ്. പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടണം. അതുപോലെ 1 പത്രോസ് 5:5 ഇതൊക്കെ പറ്റുമെങ്കിൽ എഴുതി വയ്ക്കുക. എവിടെയെങ്കിലും എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് വേണം, ഒരു ചെറിയ പേപ്പർ ഉണ്ടാകണം. അത് എഴുതിയെടുത്തിട്ട് ഇന്ന് ദൈവം സംസാരിച്ചത് ദൈവം സംസാരിക്കും. ഇതൊക്കെയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ബുക്ക്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ബുക്ക് വേണം, വചനത്തിൻ്റെ ബുക്ക്. ദൈവം സംസാരിക്കുമ്പോൾ അപ്പോൾ ദൈവം നോക്കും നിങ്ങൾ ഇതിൽ കുറേ കൂടി സീരിയസാണ് ഈ വിഷയത്തിൽ. ദൈവത്തോട് സംസാരിക്കണതിൽ സീരിയസാണ്. നമ്മൾ പലപ്പോഴും സീരിയസ് ആകാറില്ല. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ ചെവി കൊടുത്തില്ല, നിങ്ങൾ പറയണമെന്ന് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വർത്തമാനം നിർത്തും, സംസാരിക്കാൻ തോന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സംസാരിക്കുന്നതെല്ലാം വചനമെല്ലാം എവിടെയെങ്കിലൊക്കെ കുറിച്ച് വയ്ക്കുമ്പോഴത്തേക്കും യു ആർ സീരിയസ്. അപ്പോൾ എന്താ ചെയ്യുക? കൂടുതൽ സംസാരിക്കാൻ തോന്നും. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരാരാണ് നമ്മളെ കൂടുതൽ കേൾക്കുന്നോ അവരോട് കൂടുതൽ സംസാരിക്കാൻ തോന്നും. നമ്മളെ ശ്രദ്ധിക്കാത്തവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ദൈവം സംസാരിക്കണം നമ്മളോട്. നമ്മൾ മാത്രം സംസാരിക്കുന്നതിൻ്റെ പേരില്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനാണ്. അപ്പോൾ എഴുതിയെടുക്കുക. അതൊക്കെ ശ്രദ്ധിക്കും. ഇവരൊക്കെ ശ്രദ്ധിക്കുകയാണ്, എൻ്റെ വചനം ശ്രദ്ധിക്കുകയാണ്, അത് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് ഓർക്കുക? ഓർക്കുന്നത് അത് പ്രവർത്തിക്കാൻ ഒന്ന് ശ്രമിക്കണം. പ്രവർത്തിക്കണമെന്നില്ല, പ്രവർത്തിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. അത് പ്രാർത്ഥന വേണം, അത് ദൈവം തന്നെ കൃപ തരണം. പക്ഷെ ശ്രമിക്കുക. സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ്, സൈക്കിൾ ഓടിച്ച് പഠിക്കുന്ന പോലെയാണ്. ആദ്യം കുട്ടികൾ സൈക്കിൾ ഓടിക്കുമ്പോൾ കുറേ പരുക്ക് പറ്റും. അത് ശ്രമിക്കുമ്പോഴൊക്കെ തെറ്റിപ്പോവും, വീണുപോവും. എന്നിട്ട് എണിച്ച് കുറച്ചായിട്ട് ശ്രമിക്കുക. നുണ പറയരുതെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ തന്നെ നുണ പറയും, ഉറപ്പാണ്. ആവശ്യമില്ലാത്തതൊക്കെ പറയും. ഒരു ലാഭവും ഇല്ലെങ്കിൽ നമ്മൾ പറയും. എന്നാലും 10 പറയുന്ന സ്ഥലത്ത് അത് 9 കുറയും, പിന്നെ 8 കുറയും. അത്രയും ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ ഒരു അവബോധം ഉണ്ടാകും. അപ്പോൾ ഇത് വചനം ശ്രദ്ധിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുദപിക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിപ്പിച്ച് തരും അവർക്കൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ അനുദപിക്കും എന്നൊക്കെ പറയും, ഒളിഞ്ഞു കിടക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ എല്ലാം അനുദപിക്കില്ല. അപ്പോൾ ഗ്രേഡ് കുറയും, ഡിഗ്രി കുറയും.
ഗ്രേസിൻ്റെ കൃപയുടെ അളവ് കുറഞ്ഞു പോകും. ഞാൻ 5 കിലോ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട്ടിൽ എത്തി നോക്കുമ്പോഴത്തേക്കും 1/2 കിലോ കാണുള്ളൂ, ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് 5 കിലോ വാങ്ങിച്ചാൽ അത് 5 കിലോ തന്നെ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എപ്പോഴും അനുദപിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ സിമ്പിളാണ്. ദൈവം ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ തലയൊക്കെ പുണ്ണാക്കി ഭയങ്കര എന്തൊക്കെയോ ആണ് ഈ പ്രാർത്ഥന. ദൈവത്തെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എവിടെയൊക്കെയാണ് ദൈവം വലിയ അകന്ന് നിൽക്കുകയാണ്. ഇവർക്കൊക്കെ കിട്ടും, എനിക്കൊന്നും കിട്ടില്ല. ഇതിനെന്തോ കുറേ പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെയാണ് ദൈവത്തെ കിട്ടുന്നതെന്ന്. നിങ്ങൾ തനിയെ ഉപവസിച്ചോളും. ദൈവത്തെ കിട്ടിക്കഴിയുമ്പോഴാണ് ഉപവസിക്കുന്നത്. ദൈവത്തെ അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഉപവസിക്കണം. ദൈവത്തെ അനുഭവിച്ച് കഴിയുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ കൂടുതൽ പ്രാർത്ഥിച്ചില്ല ദൈവത്തെ കിട്ടുക. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അത് മനസ്സിലാക്കണം. ഇതൊക്കെ പിശാച് തെറ്റായ ധാരണ കൊടുത്തു വച്ചിരിക്കുക. കുറേ പ്രാർത്ഥിച്ചാണ് ദൈവത്തെ കിട്ടുക. ഇല്ല, ദൈവത്തെ കിട്ടിയാലാണ് കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലുതാണെങ്കിൽ എളിമപ്പെടണം. അത്രേ ഉള്ളൂ, എളിമപ്പെടണം. എന്നാൽ ഞാൻ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓർത്തിട്ടുണ്ടോ? എപ്പോഴും കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് എളിമപ്പെടുക? എളിമപ്പെടാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഹങ്കാരികളെ ദൈവം അകറ്റി നിർത്തും. ദൈവം വെറുക്കുകയൊന്നുമില്ല. ദൈവത്തിലിരുന്ന് അമ്മ തന്നെ അകന്നു പോവും. അതേപോലെ എളിമ ഉള്ളവരെ ദൈവം സ്നേഹിക്കും. എന്ന് വെച്ചാൽ ദൈവം അടുത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എളിമപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ചെറുതായിട്ടിങ്ങനെ സംസാരിച്ച്, വലിയ ഒച്ചയില്ലാതൊക്കെ സംസാരിച്ച്, ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ കൈയൊക്കെ വെച്ച് നിൽക്കുന്നതാണ് എളിമപ്പെടുന്നത്. എളിമപ്പെടേണ്ടത് എങ്ങനെയാണ്? എളിമപ്പെടാൻ ആഗ്രഹമുള്ളവർ എത്ര പേരാണ്? ഒന്ന് കൈപൊക്കാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുവരെ എളിമപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ട്രൈ ചെയ്ത്? പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടാൻ എങ്ങനെയാണ് ട്രൈ ചെയ്ത്? അപ്പോൾ ഹൗ ടു ബി ഹംബിൾ, അതിനൊരു 2-3 പോയിൻ്റ് പറഞ്ഞുതരാം. ശ്രമിച്ചു നോക്കുക. ട്രൈ ചെയ്താൽ മതി. ഈ വചനം എല്ലാം ആദ്യം ട്രൈ ചെയ്യുക, ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുമ്പോൾ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കും. എൻ്റെ മോൻ നടക്കാൻ പഠിക്കേണ്ട, മോള് നടക്കാൻ പഠിക്കേണ്ടെന്ന്. എന്നിട്ട് വീഴുമ്പോൾ കൈ പിടിച്ച് തരും. ഇത് നമ്മൾ നടക്കുകയില്ല, ഇരുന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എളിമപ്പെടേണ്ടത് ആദ്യം എളിമപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അവബോധം വേണം. എൻ്റെ ദൈവം എൻ്റെ കൂടെയാണ്.